വടകരയിലെ LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നാദാപുരം മണ്ഡലത്തിലായിരുന്നു അവരുടെ പ്രചാരണം നടക്കുന്നത്. വലിയ സ്വീകരണം വന്നപ്പോൾ ലഭിച്ചു. ഇപ്പോൾ 1-2 വട്ടം ഓട്ടപ്രദർശനം കഴിഞ്ഞിരിക്കുന്നു മണ്ഡലത്തിൽ. എങ്ങനെയാണ് പ്രതീക്ഷകൾ? വളരെ വളരെ നല്ല പ്രതീക്ഷയാണ്. മണ്ഡലത്തിലെ ജനങ്ങൾ കാണിക്കുന്ന സ്നേഹം അത് എനിക്ക് വളരെ സന്തോഷപ്രദമായിട്ടാണ് തോന്നുന്നത്. കാരണം ഏത് മേഖലയിൽ ചെന്നാലും അവരെ ഇങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. ടീച്ചർ ഇവിടെ ഈ ആശുപത്രി ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലിന്റെ വികസനത്തിന് വേണ്ടി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ കുറെ കാര്യങ്ങളൊക്കെ മറന്നുപോയിരുന്നു, കാരണം കേരളത്തിലുടനീളം ചെയ്തതാണല്ലോ. പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനങ്ങളിൽ നിന്ന് അങ്ങനെയുള്ള പ്രതികരണമുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് ചെയ്തത്. അതിപ്പോ ആളുകൾ ഓർമ്മിക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന്, ഈ പറഞ്ഞ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞാൻ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും നോക്കിയിട്ടല്ല, എവിടെ നിന്ന് വിളി വന്നാലും അതിൽ പ്രതികരിച്ചുകൊണ്ട് അതിലിടപെട്ടുകൊണ്ട് പ്രവർത്തിക്കാൻ അന്ന് കഴിഞ്ഞിരുന്നു. അതിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഒരു സന്തോഷവും സംതൃപ്തിയാണ് എനിക്ക് നൽകുന്നത്. കൂടാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം അത് തന്നെയാണ് നമ്മൾ നടപ്പിലാക്കിയത്. LDF എല്ലാവരും ഉണ്ട് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾ ഒറ്റക്കെട്ടായി ജനങ്ങളുടെ മുമ്പാകെ ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് സ്നേഹമാണ് എന്നുള്ളത് സന്തോഷത്തോടെ പറയുന്നു. അതെല്ലാം വോട്ടായിട്ട് വരുമ്പോൾ നല്ല ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാൻ എനിക്ക് കഴിയും എന്ന നല്ല പ്രതീക്ഷയുണ്ട്. ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കാതെ അവരുടെ കൂടെ നിൽക്കുന്ന MP ആയി ഇവിടെ ഉണ്ടാകും. ഇതിന്റെ ഒരു ഭാഗം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഞാൻ നേരത്തെ MLA ആയ, ഞാൻ മന്ത്രിയായിരുന്നപ്പോൾ MLA ആയ കൂത്തുപറമ്പ് മണ്ഡലമടക്കം ഈ മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പോൾ വീണ്ടും ഇവിടെ MP ആയിട്ട് വന്നാൽ, ജനപ്രതിനിധിയായിട്ട് വന്നാൽ ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തും, നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ടീച്ചർ മണ്ഡലത്തിൽ വന്ന് പ്രചാരണം തുടങ്ങിയപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു, ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സർപ്രൈസ് എൻട്രി. എങ്ങനെ കാണുന്നു ഈ സ്ഥാനാർത്ഥി മാറ്റത്തെ? തെരഞ്ഞെടുപ്പിനടുത്തതിന് വീണ്ടും ഒരു സർപ്രൈസ് എൻട്രി നടത്തുമെന്ന് അറിയില്ല. ഞങ്ങളത് നോക്കാറില്ല. അത് അവരുടെ കാര്യമാണ്. അവർ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, മാറ്റുന്നു, പുതിയ ആൾ വരുന്നു, അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും ഇല്ല. അവിടെ ആര് വന്നാലും ആര് പോയാലും ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് അപ്പുറത്തെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾ നോക്കാറേ ഇല്ല. ഒരു തലമുറ മാറ്റം അങ്ങനൊന്നുമില്ല തെരഞ്ഞെടുപ്പില്. ഈ പുതുതലമുറ വരുന്നു, പഴയ തലമുറ മത്സരിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും തലമുറ തോന്നാറുണ്ടോ ടീച്ചർ ഈ പ്രചരണത്തിന് ഇറങ്ങിയ? ഏതിന്റെ കാര്യത്തിലാണ്? തലമുറ മാറ്റം, ഒരു പുതിയ യുവാവായ സ്ഥാനാർത്ഥി വരുന്നു എന്ന്, അത്തരത്തിലൊരു തലമുറ മാറ്റം ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന്? അത് എങ്ങനെയാണ് സ്വാധീനിക്കുക? ഒരു കാര്യം ഞാൻ പറയാം, ഇത് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഗുണമുണ്ടല്ലോ. പഴയ തലമുറയ്ക്കാകുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യത്തിലും എക്സ്പീരിയൻസ് ഒരു പ്രധാന ഘടകമെന്ന് പറയാറില്ലേ. എനിക്ക് മന്ത്രിയായും MLA ആയും എല്ലാം വികസന പ്രവർത്തനങ്ങളും ഇടപെടലും നടത്തിയതിന്റെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടല്ലോ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, യുവത്വം എന്ന് പറയുന്നത് പ്രവർത്തനത്തിലാണ് അല്ലേ. ഞാനിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നയാളാണ്. അപ്പോൾ കൂടുതൽ അനുഭവവും അതുപോലെ തന്നെ ഇടപെടാനുള്ള രീതിയും സ്വായത്തമാക്കിയ ആളുകളും തെരഞ്ഞെടുപ്പിലുണ്ടാവുമല്ലോ. അതുകൊണ്ട് ചെറുപ്പക്കാർ വേണ്ടാന്നുള്ളത് ചെറുപ്പക്കാരുമുണ്ട്. ഇവിടെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ എന്റെ പ്രവർത്തനത്തെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോളിസി അനുസരിച്ചിട്ടാണ് വോട്ട് രേഖപ്പെടുത്തുക. അതിന് തലമുറ മാറ്റത്തിന് ഞങ്ങളുടെ കൂടെ യുവാക്കൾ മത്സരിക്കുന്നില്ലേ, വസീഫൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിലൊന്നും പ്രശ്നമില്ല. ഇതിലെന്താണ് ഒരു മുന്നണിയുടെ പോളിസി? അവർ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പാകെ ജയിച്ചു വന്നാൽ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനാണ് പ്രാധാന്യം, അല്ലാതെ വേറെ പ്രായവ്യത്യാസത്തിനല്ല. എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് ഇപ്പോൾ പ്രധാന ചർച്ച. മട്ടന്നൂർ നടക്കുമോ പാലക്കാട്? 2 MLA-മാരാണ് മത്സരിക്കുന്നത്. അത് മട്ടന്നൂരാണെന്നുള്ളത് ഉറപ്പിച്ചോളൂ. അല്ല, അവിടെ നിന്ന് മട്ടന്നൂരിൽ ടീച്ചർ വന്നപ്പോൾ കരയാൻ ആരും ഇല്ലായിരുന്നാണ്. ഒരുപാട് ആളുകൾക്ക് കരച്ചിലുണ്ട്, പക്ഷെ അതൊന്നും ഈ കനകോലു ഇഫക്റ്റ് ആക്കിയിട്ട് കരച്ചിൽ കാണിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ആളുകളുടെ സ്നേഹം എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്.